യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു യാത്ര. അപ്പോൾ വണ്ടി വെച്ച് നെയിൽ പോളിഷ് ഇടുന്ന സാഹസികത കാണാതെ പോകുന്നു. പിന്നെ നെയിലും പ്രൊമോഷനും നെയിലാർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ തന്നെയാണ് എല്ലാം. വണ്ടി ഇരുന്നിടുന്ന ഒരു വമ്പൻ ടാസ്ക് ആയിരുന്നു. സീറ്റിലെങ്ങാണോ ആക്കി എന്നെ അടിച്ച് പുറത്ത് തള്ളും. വീട് എങ്ങനെയാണോ തൂത്തിടുന്നത് അതുകൊണ്ടാണ് അവർക്ക് കാർ വൃത്തിയാക്കുന്ന കാര്യത്തിൽ. ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ കണ്ട ആ ചേട്ടന്മാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റി ഈ ചൂടത്തിരുന്ന് വർക്ക് ചെയ്യുന്നത്. പ്രോപ്പർ ടൗൺ ആയിരുന്നു കേട്ടോ, പക്ഷെ കൊണ്ടുപോയതൊരു കാട്ടിന്റെ അകം കണക്കാണ്. പക്ഷെ എന്റെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കാടും വള്ളിമുൾ ചെടികളൊക്കെ ഉള്ള ഹോട്ടൽ. അതേ കണക്കൊരു ഹോട്ടലും കിട്ടി. ഹോട്ടലല്ല, ഒരു റിസോർട്ട് കണക്കാണ്. ഞാനത് വീഡിയോ ഇടാം. ഫുഡ് കഴിക്കാൻ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പൊടിദോശയും നമ്മളെ സാധാ ദോശയും പിന്നെ വന്നിട്ട് ഞാൻ ചപ്പാത്തിയാണ്. ഡയറ്റൊന്നും അല്ല, കഴിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് അമ്പലം എത്തി. അമ്പലത്തിൽ നമ്മൾ കറക്റ്റ് സമയത്തിനെത്തി പൂജയൊക്കെ നടത്തി. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ശിവക്ഷേത്രമാണ്, പാർവതി ദേവിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ നല്ല സമാധാനമായിട്ട് തൊഴുത് തിരക്കുണ്ടായിരുന്നു. നല്ലൊരു തൊഴുവാൻ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം കുടിക്കണം. അങ്ങനെ അമ്പിസ്വാമി തന്നെ ചെന്ന ഒരു ഐസ്ക്രീം ഒക്കെ കുടിച്ച് നേരെ റൂമിലോട്ട്. സംസാരം ഇത്തിരി ഓവറാണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേരാട്ടോ.